ഗ്രീൻ കെമിസ്ട്രി എന്ന വിഷയമാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. എന്താണ് ഗ്രീൻ കെമിസ്ട്രി? ഗ്രീൻ കെമിസ്ട്രി എന്ന രസതന്ത്ര വിഭാഗത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്നീ വിശദാംശങ്ങൾ ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്താണ് ഗ്രീൻ കെമിസ്ട്രി എന്നതിലേക്ക് വരാം. Green chemistry, also called sustainable chemistry, is an area of chemistry and chemical engineering focused on the design of products and processes that minimize or eliminate the use and generation of hazardous substances. ഗ്രീൻ കെമിസ്ട്രിയെ സസ്റ്റൈനബിൾ കെമിസ്ട്രി എന്നുകൂടി അറിയപ്പെടുന്നു. സുസ്ഥിര രസതന്ത്രം എന്നാണ് സസ്റ്റൈനബിൾ കെമിസ്ട്രി എന്ന വാക്കിൻ്റെ മലയാള അർത്ഥം. ഈ ഗ്രീൻ കെമിസ്ട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രസതന്ത്രപരമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പദാർത്ഥങ്ങൾ പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അങ്ങനെ പ്രകൃതി സംരക്ഷണത്തിന് ഉതകുന്ന തരത്തിലേക്ക് കെമിസ്ട്രിയെ കൊണ്ടുവരികയും അങ്ങനെ ഡെവലപ്പ് ചെയ്ത് എടുത്ത പുതിയ ശാസ്ത്രശാഖയാണ് ഗ്രീൻ കെമിസ്ട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഗ്രീൻ കെമിസ്ട്രി എന്ന ടെക്നോളജിയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പദാർത്ഥങ്ങൾ നോൺ ഹസാഡസ്, മനുഷ്യനും പ്രകൃതിക്കും മറ്റു ജീവജാലങ്ങൾക്കും ദോഷകരമല്ലാത്തത് ആയിരിക്കും എന്ന് ഉറപ്പുവരുത്തുന്നു. ഇനി ഗ്രീൻ കെമിസ്ട്രിയുടെ പ്രിൻസിപ്പിൾസ്, പ്രധാനപ്പെട്ട 12 പ്രിൻസിപ്പിളാണ് ഗ്രീൻ കെമിസ്ട്രിയിൽ വരുന്നത്. അത് ഓരോന്നും നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തത് പ്രിവെൻഷൻ എന്നതാണ് ഗ്രീൻ കെമിസ്ട്രിയുടെ ആദ്യ തത്വം. പ്രിവെൻറ്റിംഗ് വേസ്റ്റ് ഈസ് ബെറ്റർ ദാൻ ട്രീറ്റിംഗ് ഓർ ക്ലീനിങ് അപ്പ് വേസ്റ്റ് ആഫ്റ്റർ ഇറ്റ് ഈസ് ക്രിയേറ്റഡ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ പ്രിവെൻറ്റിംഗ് വേസ്റ്റ് ഈസ് ബെറ്റർ ദാൻ ട്രീറ്റിംഗ് ഓർ ക്ലീനിങ് അപ്പ് വേസ്റ്റ് ആഫ്റ്റർ ഇറ്റ് ഈസ് ക്രിയേറ്റഡ്. അതുകൊണ്ട് വേസ്റ്റ് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം അത് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ദോഷകരമല്ലാത്ത, ട്രീറ്റ് ചെയ്യേണ്ടാത്ത പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ബൈ പ്രോഡക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും പരിസ്ഥിതിയിൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ അലിഞ്ഞു ചേരുകയും ദോഷകരമായി ബാധിക്കാതിരിക്കുകയും ചെയ്യും. അങ്ങനെ പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത പദാർത്ഥങ്ങളെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് പ്രിവെൻഷൻ എന്നതുകൊണ്ട് പ്രിൻസിപ്പിളിൽ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് ആറ്റം ഇക്കോണമി. സിന്തറ്റിക് മെത്തേഡ്സ് ഷുഡ് ട്രൈ ടു മിനിമൈസ് the incorporation of all materials used in the process into the final product. This means that less waste will be generated as a result. കെമിസ്ട്രിയിൽ സിന്തറ്റിക് മെത്തേഡുകൾ, അതായത് പ്രകൃത്യ അല്ലാത്ത പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അത് മറ്റു പദാർത്ഥങ്ങളുമായി സംയോജിപ്പിച്ച് പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ കെമിക്കലുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ഉണ്ടാക്കപ്പെടുന്ന കെമിക്കലുകൾ പ്രകൃതിക്ക് ദോഷകരമല്ല എന്ന രീതിയിൽ ഉറപ്പുവരുത്തുന്നു. അങ്ങനെ സിന്തറ്റിക്കായിട്ടുണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ ആറ്റം എക്കണോമി, അതായത് നാശകരമല്ലാത്ത രൂപത്തിലാക്കി മാറ്റിയെടുത്ത് അതിൽ നിന്നും ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ പ്രകൃതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നിലനിർത്തപ്പെടുകയും ചെയ്യുന്നു എന്നതാണ്, അല്ലെങ്കിൽ ചെയ്യുന്നവയാണ് എന്നാണ് ആറ്റം എക്കണോമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത് ലെസ് ഹസാഡസ് കെമിക്കൽ സിന്തസിസ്. ലെസ് ഹസാഡസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക, ഹസാഡസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദോഷകരമായത് അല്ലെങ്കിൽ വിനാശകരമായത് എന്നാണ്. ലെസ് ഹസാഡസ് എന്നതിലേക്ക് വരുമ്പോൾ അധികം ദോഷകരം അല്ലാത്തത് അല്ലെങ്കിൽ
വിനാശം ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളിൽ അത് വിനാശം കുറവായത് എന്നതാണ് ലെസ് ഹസാഡസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സിന്തറ്റിക് മെത്തേഡ്സ് ഷുഡ് അവോയ്ഡ് യൂസിങ് ഓർ ജനറേറ്റിംഗ് സബ്സ്റ്റൻസസ് ടോക്സിക് ടു ഹ്യൂമൻസ് ഓർ ദ എൻവയോൺമെൻറ്റ്. കഴിഞ്ഞ രണ്ടാമത്തെ പ്രിൻസിപ്പിളിൽ സൂചിപ്പിച്ചതുപോലെ സിന്തറ്റിക് പ്രോഡക്ട്സ്, അതായത് പ്രകൃതിയ നാച്ചുറൽ അല്ലാതെ ഉണ്ടാക്കപ്പെടുന്ന കെമിക്കലുകൾ ഉപയോഗിച്ച് ലാബുകളിൽ സൃഷ്ടിക്കപ്പെടുന്ന പദാർത്ഥങ്ങളാണ് സിന്തറ്റിക് പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത്. അൺനാച്ചുറൽ ആയിട്ടുള്ള പദാർത്ഥങ്ങൾ. ഇങ്ങനെ അൺനാച്ചുറൽ ആയിട്ടുള്ള പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് പ്രകൃതിയിൽ പ്രശ്നമുണ്ടാക്കാതെ നോക്കുക എന്നുള്ളത് ഗ്രീൻ കെമിസ്ട്രിയുടെ പ്രിൻസിപ്പിളാണ്. അതുപോലെ തന്നെ ഇങ്ങനെ സിന്തറ്റിക് ആയിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിക്കാതെ ലെസ് ഹസാഡസ് ആയിട്ടുള്ള അധികം ദോഷകരമല്ലാത്ത പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നതും ഗ്രീൻ കെമിസ്ട്രിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. നാലാമത്തത് ഡിസൈനിങ് സേഫർ കെമിക്കൽസ്. കെമിക്കൽ പ്രോഡക്ട്സ് ഷുഡ് ബി ഡിസൈൻഡ് ടു അച്ചീവ് ദെയർ ഡിസൈർഡ് ഫങ്ഷൻ വൈൽ ബീങ് എ നോൺ ടോക്സിക് ആസ് പോസിബിൾ. ഇനി രാസപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ, ഇവിടെ രാസപദാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഫെർട്ടിലൈസറുകളാകാം, പെസ്റ്റിസൈഡുകളാകാം, ഫഞ്ചിസൈഡുകളാകാം, നിമാറ്റോസൈഡുകളാകാം. അങ്ങനെ കാർഷിക ആവശ്യങ്ങൾക്കും മറ്റ് വ്യാവസായിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ രസതന്ത്രത്തിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് അതിൻ്റെ അവസാനം പ്രകൃതിയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുകയാണ് ചെയ്യുക. ഇങ്ങനെ രസതന്ത്രപരമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പദാർത്ഥങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ അത് അതിൻ്റെ യഥാർത്ഥ ഫങ്ഷൻ നിർവഹിക്കുന്ന തരത്തിലേക്ക് ഡിസൈൻ ചെയ്യപ്പെടുന്നു. അതായത് ഇത്തരം പദാർത്ഥങ്ങൾ ഒരു റിയാക്ഷൻ നടത്തുന്നവയാണെങ്കിൽ ആ റിയാക്ഷൻ നടത്തി ആ റിയാക്ഷനിലൂടെ ഉണ്ടാക്കപ്പെടുന്ന ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കെമിക്കലുകൾ പ്രശ്നരഹിതമായിട്ടുള്ളവ എന്ന തലത്തിൽ ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനും ആവശ്യം വേണ്ട റിയാക്ഷനുകൾ മാത്രം നടത്താൻ പറ്റുന്ന പദാർത്ഥങ്ങൾ എന്ന നിലയിലേക്ക് രാസപദാർത്ഥങ്ങളെ ഡിസൈൻ ചെയ്യുന്നു, ക്രമീകരിക്കുന്നു. അങ്ങനെയുള്ള ക്രമീകരണം പ്രകൃതിക്ക് സംരക്ഷണം ഉറപ്പുവരുത്തും എന്നുള്ളത് ഗ്രീൻ കെമിസ്ട്രിയുടെ പ്രിൻസിപ്പിളുകളിൽ ഒന്നാണ്. അഞ്ചാമത്തത് സേഫർ സോൾവെൻറ്റ്സ് ആൻഡ് ഓക്സിലറീസ്. ഓക്സിലറി സബ്സ്റ്റൻസസ് ഷുഡ് ബി അവോയ്ഡഡ് wherever possible and as non-hazardous as possible when they must be used. ഇനി ഒരു പദാർത്ഥത്തോടൊപ്പം കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെയാണ് ആക്സിലറി സബ്സ്റ്റൻസ് എന്ന് പറയുക. ഒരു കെമിക്കലിനോടൊപ്പം കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ ഒരുമിച്ച് ചേർത്ത് ഉണ്ടാക്കുന്നതോ ആയിട്ടുള്ള പദാർത്ഥങ്ങളെയാണ് ഓക്സിലറി സബ്സ്റ്റൻസ് എന്ന് പറയുക. ഇങ്ങനെ ഒരു കെമിക്കൽ, ഒരു രാസപദാർത്ഥം, അതൊരു വളമാകാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെസ്റ്റിസൈഡുകളാകാം. ഇങ്ങനെയൊക്കെ പദാർത്ഥങ്ങൾ ഉണ്ടാകുമ്പോൾ നോൺ ഹസാഡസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലെസ് ഹസാഡസ് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും അത്തരം പദാർത്ഥങ്ങൾ ഓക്സിലറി സബ്സ്റ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ സോൾവെൻ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങൾ, പെസ്റ്റിസൈഡുകളോ മറ്റ് കെമിക്കൽ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ ഫെർട്ടിലൈസറുകളോ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പ്രകൃതി സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നതാണ് സേഫർ സോൾവെൻറ്റ്സ് ആൻഡ് ഓക്സിലറീസ് എന്ന പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആറാമത്തത് ഡിസൈൻ ഫോർ എനർജി എഫിഷ്യൻസി. എനർജി റിക്വയർമെൻറ്റ്സ് ഷുഡ് ബി മിനിമൈസ്ഡ് ആൻഡ് പ്രോസസ്സസ് ഷുഡ് ബി കണ്ടക്റ്റഡ് അറ്റ് ആംബിയൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വെനെവർ പോസിബിൾ. ഡിസൈൻ ഫോർ എനർജി എഫിഷ്യൻസി എന്നതിലേക്ക് വരുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെടുന്ന പരീക്ഷണശാലയിൽ ഉണ്ടാക്കപ്പെടുന്ന പദാർത്ഥങ്ങൾ എഫിഷ്യൻസി ഉള്ളത്, അതായത് കാര്യക്ഷമതയുള്ളത്, അതിൻ്റെ റിയാക്ഷൻ ശരിയായി നടത്താൻ പറ്റുന്നത്, അതുവഴി മറ്റ് പദാർത്ഥങ്ങളുടെ ഉപയോഗം കുറച്ചുകൊണ്ട്, അതായത് ഓക്സിലറി പദാർത്ഥങ്ങളുടെയോ അല്ലെങ്കിൽ അതിനോട് കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കേണ്ടുന്ന പദാർത്ഥങ്ങളുടെയോ കെമിക്കലുകളുടെയോ ഉപയോഗം കുറച്ചുകൊണ്ട് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കുന്ന പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് എൻവയോൺമെൻറ്റിലെ ഹാം അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനുണ്ടാകുന്ന പ്രത്യാഘാതം കുറയ്ക്കുക എന്നതാണ്
ഡിസൈൻ ഫോർ എനർജി എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇവിടെയെല്ലാം കെമിക്കലുകൾ അല്ലെങ്കിൽ രസതന്ത്രപരമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പദാർത്ഥങ്ങൾ ഉണ്ടാക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് അത് ഡിസൈൻ ചെയ്ത് എഫിഷ്യൻ്റാക്കി എടുത്ത് പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത രീതിയിലേക്ക് ക്രമീകരിക്കുന്നതിനെയാണ് ഡിസൈൻ ഫോർ എനർജി എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഏഴാമത്തത് യൂസ് ഓഫ് റിന്യൂവബിൾ ഫീഡ് സ്റ്റോക്സ്. റിന്യൂവബിൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പുനരുപയോഗിക്കാൻ കഴിയുന്നവ. അതായത് വീണ്ടും ഒരു സാധനം ഉണ്ടാക്കി അതിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ ആ പ്രോഡക്റ്റിൽ നിന്ന് ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റുകളോ റിയാക്ഷൻ നടന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളോ വീണ്ടും ഉപയോഗിച്ചുകൊണ്ട് അതേ പദാർത്ഥമോ അല്ലെങ്കിൽ മറ്റു പദാർത്ഥങ്ങളോ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെയാണ് റിന്യൂവബിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുനർനിർമ്മിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. വെനെവർ ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ ടു ഡു സോ, റിന്യൂവബിൾ ഫീഡ് സ്റ്റോക്സ് ഓർ റോ മെറ്റീരിയൽസ് ആർ പ്രിഫറബിൾ ടു നോൺ റിന്യൂവബിൾ വൺസ്. റിന്യൂവബിൾ പ്രകൃത്യാ ഉണ്ടാകുന്ന പദാർത്ഥങ്ങളാണ്. നോൺ റിന്യൂവബിൾ നമുക്ക് അറിയാം, ഇപ്പോൾ പെട്രോളിയം ഫ്യൂവൽസ് വീണ്ടും പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത പദാർത്ഥങ്ങളാണ്. അപ്പോൾ ഗ്രീൻ കെമിസ്ട്രിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കാൻ എടുക്കുന്ന റോ മെറ്റീരിയൽസ്, ഒരു കെമിക്കൽ അല്ലെങ്കിൽ രാസപദാർത്ഥം, അത് പ്രകൃത്യാ തന്നെ വീണ്ടും ഉണ്ടാക്കപ്പെടുന്നതോ അല്ലെങ്കിൽ പ്രകൃതിയിൽ ഒരു നിശ്ചിത കാലയളവിൽ വീണ്ടും ഉണ്ടായി വരുന്നതോ ആയിട്ടുള്ള പദാർത്ഥങ്ങളെ, രാസപദാർത്ഥങ്ങളെ അല്ലെങ്കിൽ കെമിക്കൽ സബ്സ്റ്റൻസുകളെ ഉപയോഗിച്ചുകൊണ്ട് പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ കെമിക്കലുകൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് യൂസ് ഓഫ് റിന്യൂവബിൾ ഫീഡ് സ്റ്റോക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എട്ടാമത്തത് റെഡ്യൂസ് ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ്സിൻ്റെ റെഡ്യൂസ് ചെയ്യുക, കുറയ്ക്കുക. അതായത് ഡെറിവേറ്റീവ്സ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾക്കറിയാം, ഉപ ഉൽപ്പന്നങ്ങൾ. ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു പ്രവർത്തനം നടന്നു കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കപ്പെടുന്ന പദാർത്ഥങ്ങളെയാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുക. Unnecessary generation of derivatives, such as the use of protecting groups, should be minimized or avoided if possible. Such steps require additional reagents and many generate additional waste. Unnecessary generation of derivatives. ഇനി ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞ് ഉണ്ടാക്കപ്പെടുന്ന ഉപ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ റിയാക്റ്റീവ് പ്രോഡക്റ്റുകൾ, അതെല്ലാ കെമിക്കൽ റിയാക്ഷനിലും ബൈ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ റിയാക്ഷൻ നടന്നുണ്ടാകുന്ന പദാർത്ഥങ്ങൾ ഉണ്ടാക്കപ്പെടും. അപ്പം ഇങ്ങനെ ഉണ്ടാക്കപ്പെടുന്ന പദാർത്ഥങ്ങളുടെ അളവ് കുറയ്ക്കുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക. ഇനി അത് പ്രൊട്ടക്റ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ, അതായത് എൻവയോൺമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ, അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ അവയുടെ ഉപയോഗം കുറയ്ക്കുക അല്ലെങ്കിൽ അത് മിനിമൈസ് ചെയ്യുക. അത് കുറച്ച് കൊണ്ടുവരുന്നതിനുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ട് അത്തരം കെമിക്കലി റിയാക്റ്റീവായിട്ടുള്ള റിയാക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഡെറിവേറ്റീവ്സുകൾ, ഉപ ഉൽപ്പന്നങ്ങൾ, ബൈ പ്രൊഡക്റ്റുകൾ, അത് പ്രകൃതിക്ക് വേസ്റ്റായിട്ട് മാറുക അല്ലെങ്കിൽ വേസ്റ്റായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടാതെ നോക്കുക എന്നതാണ് ഗ്രീൻ കെമിസ്ട്രിയുടെ എട്ടാമത്തെ പ്രിൻസിപ്പിൾ, ഉദ്ദേശം എന്ന് പറയുന്നത്. ഒൻപതാമത്തത് നോക്കുക, കാറ്റലൈസിസ്. കാറ്റലിറ്റിക് റിയേജൻസ് that can be used in small quantities to repeat a reaction are superior to stoichiometric reagents once that are consumed in a reaction. കാറ്റലിസിസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാറ്റലിറ്റിക് റിയേജൻറ്റുകളെയാണ്. അതായത് ഒരു റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ റിയാക്ഷനെ പ്രൊമോട്ട് ചെയ്യാനോ അതിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്നും ഉണ്ടാക്കപ്പെടുന്ന റിയാക്റ്റീവ് പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ ബൈ പ്രോഡക്റ്റിൻ്റെ അളവ് ക്രമീകരിക്കാനോ ഒക്കെ ഉപയോഗിക്കുന്ന കെമിക്കലുകളെയാണ് അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങളെയാണ് കാറ്റലിസ്റ്റുകൾ എന്ന് പറയുക. അത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് എന്ത് ചെയ്യുക,
ഉപയോഗിക്കപ്പെടുന്നത്. ഇനി ഇങ്ങനെ ഉപയോഗിക്കപ്പെടുന്ന പദാർത്ഥങ്ങൾ അത് വേസ്റ്റായിട്ട് മാറാതിരിക്കാനും ഉപയോഗിക്കപ്പെടുന്ന കാറ്റലിസ്റ്റുകൾ പൂർണ്ണമായിട്ടും റിയാക്ഷനിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള റിയാക്ഷനും നടത്തി അങ്ങനെ റിയാക്ഷനെ അല്ലെങ്കിൽ ഒരു കെമിക്കൽ പ്രോസസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് കാറ്റലിസ്റ്റിൻ്റെ പ്രോഡക്റ്റിൽ നിന്നും അല്ലെങ്കിൽ കാറ്റലിസ്റ്റിക് റിയാക്ഷൻ വഴി ഉണ്ടാകുന്ന പ്രോഡക്റ്റുകളുടെ അളവ് കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്നും പ്രോഡക്റ്റ് ഉണ്ടാകാതെ പൂർണ്ണമായിട്ടും കാറ്റലിസ്റ്റുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള റിയാക്ഷനുകൾ, കെമിക്കൽ റിയാക്ഷനുകളും രാസപ്രവർത്തനങ്ങളും കണ്ടുപിടിക്കുക, അതുവഴി പരിസ്ഥിതിയെ സുസ്ഥിരമായി നിലനിർത്തിക്കൊണ്ടു പോവുക എന്നത് ഗ്രീൻ കെമിസ്ട്രിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ്. 10ാമത്തത് ഡിസൈൻ ഫോർ ഡീഗ്രഡേഷൻ. Chemical products should be designed so that they do not pollute the environment. When their function is complete, they should break down into non-harmful products. ഇവിടെ കെമിക്കൽ പ്രോഡക്ട്സ്, രാസപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ധാരാളം കെമിക്കലുകളുണ്ട്. ഉദാഹരണമായിട്ട് ഫേഷ്യൽ പ്രോസസ്സിനായിട്ട് ഉപയോഗിക്കുന്നവ, ക്രീമുകളായിട്ട് ഉപയോഗിക്കുന്നവ, ഡിറ്റർജൻറ്റുകളായിട്ട് ഉപയോഗിക്കുന്നവ, ഇനി ഷാംപൂ, അങ്ങനെ ധാരാളം കെമിക്കൽ പദാർത്ഥങ്ങൾ നമ്മൾ നിരന്തരം മനുഷ്യരുപയോഗിക്കുന്നുണ്ട്, മൃഗങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്, ജന്തുക്കളിൽ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം കെമിക്കലുമായിട്ട് നിരന്തരം ഇടപെടുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. അപ്പം ഇത്തരം കെമിക്കലുകൾ നിരന്തരം ഇടപെടുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിൽ നിന്നും ധാരാളം വേസ്റ്റുകൾ ഉപയോഗിച്ചതിലൂടെ വാഷ് ഔട്ട് ചെയ്യുന്നതിന് ശേഷം ഇങ്ങനെയൊക്കെ ധാരാളം കെമിക്കലുകൾ എപ്പോഴും എൻവയോൺമെൻറ്റിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എത്തിപ്പെടുന്ന കെമിക്കലുകൾ പലതും റെസിസ്റ്റൻ്റ് ആണ്, അതായത് നോൺ ബയോഡീഗ്രേഡബിൾ ആണ്. സൂക്ഷ്മജീവികൾക്ക്, പ്രത്യേകിച്ച് ബാക്ടീരിയകൾക്ക് ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിക്കാൻ പറ്റാത്തവയാണ്. അത് റെസിസ്റ്റ് ചെയ്യപ്പെടും, അത് പ്രകൃതിയിൽ അങ്ങനെ തന്നെ നിലനിൽക്കും, അത് പിന്നീട് ടോക്സിക് ആയിട്ട് മാറും. അപ്പോൾ ഗ്രീൻ കെമിസ്ട്രിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡിസൈൻ ഫോർ ഡീഗ്രഡേഷൻ എന്നതാണ്. അതായത് ഇങ്ങനെ നിരന്തരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ, ഉണ്ടാക്കുമ്പോൾ അത് ബയോഡീഗ്രഡേഷന് അല്ലെങ്കിൽ സ്വാഭാവികമായി പ്രകൃതിയിൽ ഡീകമ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടുന്ന രീതിയിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കെമിസ്ട്രിയാണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. അങ്ങനെ നോൺ ഹാംഫുൾ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഗ്രീൻ കെമിസ്ട്രിയുടെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ്. അടുത്തത് റിയൽ ടൈം അനാലിസിസ് ഫോർ പൊല്യൂഷൻ പ്രിവെൻഷൻ. Analytical methodologies need to be further developed to prevent or permit real-time in-process monitoring and control before hazardous substance to form. Real-time analysis for pollution prevention എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാം നേരെ ജലത്തിലൂടെയും അന്തരീക്ഷത്തിലൂടെയും മറ്റു രീതിയിൽ, അതായത് മണ്ണിലൂടെയുമൊക്കെ അവസാനം എത്തിച്ചേരപ്പെടുന്നത് പ്രകൃതിയിലേക്കാണ്. അത് ഒരു ജലാശയത്തിൽ അടിഞ്ഞുകൂടപ്പെടാം, സോയിൽ എത്തിച്ചേരപ്പെടാം, അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ എത്തിപ്പെടാം. ഇങ്ങനെ എത്തിപ്പെടുന്ന ഈ പദാർത്ഥങ്ങൾ കൃത്യമായിട്ട് അവയുടെ പ്രസൻസ് മോണിറ്റർ ചെയ്തുകൊണ്ട്, നിരീക്ഷിച്ചുകൊണ്ട് അത് പൊല്യൂഷൻ ഉണ്ടാക്കാത്ത തരത്തിൽ അത്തരം നിരീക്ഷണ സംവിധാനങ്ങൾ പരിസ്ഥിതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിൻ്റെ നിരീക്ഷണം ഉറപ്പാക്കിക്കൊണ്ട് പൊല്യൂഷനെ കുറയ്ക്കുക അല്ലെങ്കിൽ അത് കുറയ്ക്കുന്നതിന് മാർഗങ്ങൾ കണ്ടെത്തി പരീക്ഷിക്കുക എന്നുള്ളത് ഗ്രീൻ കെമിസ്ട്രിയുടെ ഉദ്ദേശമാണ്. അപ്പോൾ ഇടവിട്ടുള്ള പൊല്യൂഷൻ മോണിറ്ററിങ് അത് വരുമ്പോഴേക്കും പലപ്പോഴും വലിയ രാസപ്രവർത്തനശാലകളിൽ, ഇൻഡസ്ട്രീസിൽ അവിടെ നിന്നും പുറന്തള്ളപ്പെടുന്ന പദാർത്ഥങ്ങൾ ഇങ്ങനെ പ്രകൃതിക്ക് നാശമുണ്ടാക്കുന്നുണ്ടോ എന്ന് ഇടവിട്ടുള്ള ഇടവേളകളിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തിക്കൊണ്ട് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത്തരം പൊല്യൂഷൻ ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളെ കണ്ടെത്തി അവ പൊല്യൂഷൻ ഉണ്ടാക്കാത്ത തരത്തിൽ മറ്റ് പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് റിയാക്ട് ചെയ്ത് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ലെസ് ഹസാഡസ് ആക്കി മാറ്റി പ്രകൃതിക്ക്
ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാതെ സംരക്ഷിക്കുക എന്നതാണ് റിയൽ ടൈം അനാലിസിസ് ഫോർ പൊല്യൂഷൻ പ്രിവെൻഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവസാനത്തത് ഇൻഹറൻ്റ്ലി സേഫർ കെമിസ്ട്രി ഫോർ ആക്സിഡൻറ്റ് പ്രിവെൻഷൻ. Whenever possible, the substances in a process and the forms of those substances should be chosen to minimize risks such as explosions, fires, and accidental releases. ആക്സിഡൻറ്റ് പ്രിവെൻഷൻ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ സബ്സ്റ്റൻസുകൾ ചൂസ് ചെയ്യപ്പെടേണ്ടത് അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടത് റിസ്ക് ഉണ്ടാക്കാത്തവയും എക്സ്പ്ലോഷൻസ് പൊട്ടിത്തെറികൾ ഉണ്ടാക്കാത്തവയും മറ്റ് ആക്സിഡൻ്റൽ റിലീസ് ഓഫ് ഗ്യാസ് കെമിക്കലുകളോ ഗ്യാസുകളോ ഉൽപ്പാദിപ്പിക്കാതെ ഹാംഫുൾ അല്ലാത്ത പദാർത്ഥങ്ങളെ ചൂസ് ചെയ്യാനും അതായത് തിരഞ്ഞെടുക്കാനും അത് ഉപയോഗിക്കാനും ശ്രമിക്കുക. ഇപ്പോൾ ചില പദാർത്ഥങ്ങൾ ചില കെമിക്കലുകൾ ഇപ്പോൾ സ്കിന്നിലൊക്കെ ഉപയോഗിക്കുന്ന ചില കെമിക്കലുകളുണ്ട്, അല്ലെങ്കിൽ ക്രീമുകളുണ്ട്, അല്ലെങ്കിൽ ഈവൻ പൗഡർ പോലും അതിനകത്ത് രാസപദാർത്ഥങ്ങളുണ്ട്. അപ്പോൾ അത് റിയാക്ഷൻസ് ഉണ്ടാക്കും. ചിലപ്പോൾ സ്കിൻ അലർജി പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാക്കും. അത് വളരെ നമ്മളുടെ രീതിയിലേക്ക് വരുമ്പോൾ മനുഷ്യരിലേക്ക് വരുമ്പോൾ വളരെ മിനിമലായിട്ടുള്ള പ്രശ്നങ്ങളാണ്. എന്നാൽ വലിയ ഫാക്ടറീസിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പരീക്ഷണ അല്ലെങ്കിൽ വ്യാവസായിക ശാലകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരം കെമിക്കലുകൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുമ്പോൾ പൊട്ടിത്തെറികൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഉണ്ടാക്കാത്തവ തിരഞ്ഞെടുക്കുക. തീ പിടിക്കാത്തതും പെട്ടെന്ന് കത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായിട്ടുള്ള പദാർത്ഥങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പ്രോഡക്റ്റുകളും ബൈ പ്രോഡക്റ്റുകളും ഉൽപ്പാദിപ്പിച്ചെടുത്ത് പ്രകൃതിക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇൻഹറൻ്റ്ലി സേഫർ കെമിസ്ട്രി ഫോർ ആക്സിഡൻറ്റ് പ്രിവെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അതുപോലെ ഇങ്ങനെ ഇൻഹറൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത പദാർത്ഥങ്ങളുണ്ട്. ഇൻഹറൻ്റ് എന്ന് പറഞ്ഞാൽ ജന്മന എന്നുള്ളതാണ് ഇൻഹറൻ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ തീപിടുത്തമോ എക്സ്പ്ലോഷനോ അല്ലെങ്കിൽ അലർജിക് റിയാക്ഷനോ ഉണ്ടാക്കാത്ത നാച്ചുറൽ ആയിട്ടുള്ള പദാർത്ഥങ്ങളുണ്ട്, പ്രകൃത്യ ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾ. അതിനെ വേർതിരിച്ചെടുത്ത് അതിൽ നിന്നും ബൈ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിച്ച് അല്ലെങ്കിൽ അതിൻ്റെ രാസഘടന മനസ്സിലാക്കി അതിനോട് ചേർന്ന രാസപദാർത്ഥങ്ങൾ ഉണ്ടാക്കിയെടുത്തൊക്കെ നമുക്ക് പ്രകൃതി സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയും. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ രാസപ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്ന പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അവയുടെ റിയാക്ഷൻ ക്രമീകരിച്ചുകൊണ്ടും അവയുടെ ബൈ പ്രോഡക്റ്റിൽ നിന്നും ഉണ്ടാക്കുന്ന പൊല്യൂഷൻ നിരന്തരമായി മോണിറ്റർ ചെയ്തുകൊണ്ടും നമുക്ക് പ്രകൃതി സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയും. ഇങ്ങനെ രസതന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഗ്രീൻ കെമിസ്ട്രി എന്ന ഈ മേഖല പ്രത്യേകിച്ചും കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായി വരുന്ന ഇക്കോ ഫ്രണ്ട്ലി ബൈ പ്രോഡക്റ്റുകൾ, ഇക്കോ ഫ്രണ്ട്ലി ഫാമിംഗ്, ഇക്കോ ഫ്രണ്ട്ലി ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് തുടങ്ങിയ മേഖലകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന രസതന്ത്ര മേഖലയാണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. അതിന് വളരെ പ്രാധാന്യം വരുന്ന കാലഘട്ടത്തിന് ഉണ്ട്. അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രസതന്ത്ര മേഖലയാണ് അല്ലെങ്കിൽ കെമിസ്ട്രിയാണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഈ വിഷയം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഗ്രീൻ കെമിസ്ട്രി എന്ന ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം വാട്ട് ഈസ് ഗ്രീൻ കെമിസ്ട്രി എന്നത് 1 മാർക്ക് ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രീൻ കെമിസ്ട്രി എന്ന് മാത്രം ചോദിക്കാം. 4 മാർക്ക് ചോദ്യമായിട്ട് എക്സ്പ്ലെയിൻ
ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി എന്ന ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം 12 പ്രിൻസിപ്പിൾ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്, അത് ഡിഫൈൻ ചെയ്യേണ്ടുന്ന ആവശ്യകതയുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഉത്തരവാദിത്വവുമുണ്ട്. അതുകൊണ്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ്. നമ്മൾക്ക് പരിചിതമല്ലാത്ത ധാരാളം പുതിയ കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് പഠിക്കുവാൻ കഴിയും. അതിലൂടെ പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്തുവാൻ കഴിയും. പുതിയ ആശയങ്ങളുമായി, പുതിയ സംശയങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു വിഷയം ചർച്ച ചെയ്യാം. താങ്ക് യു.